തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 8ൻ്റെ പണിയായിട്ടോ കിട്ടുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിന്നൊരു ഡമ്മി കേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഒട്ടിക്കാൻ നേരത്തെ ഇതിൻ്റെ മണ്ടയ്ക്ക് ചെറിയൊരു ലെയർ കേക്ക് വരുന്നത് കൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതെടുത്ത് ഈ സ്റ്റിക്കറിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്, അയ്യോ ഇത് ഒട്ടിയിരിക്കത്തില്ലല്ലോ എന്നുള്ള കാര്യം. കാരണം നമ്മുടെ ഈ കവർ മാത്രമേ ഒട്ടത്തുള്ളായിരുന്നു, അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച കവർ മാത്രമേ ഒട്ടിയിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ആ ഡമ്മി ഒട്ടിയിരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മുഴുവനും ചുറ്റിയത് കൊണ്ടാട്ടോ അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് എനിക്ക്. പിന്നെ ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ശേഷം ഞാൻ ഡമ്മി ഒന്ന് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഒട്ടിയിരിക്കാനുള്ള പാകത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നാലല്ലേ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ആദ്യം കാണിച്ചത് ഞാൻ മണ്ടത്തരമാണ്, അത് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, അതാട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ ഒന്നുകൂടെ അളവെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ശകലം കൂടെ ഒന്ന് റൗണ്ടിൽ ഞാൻ ഡമ്മി കേക്ക് ശകലം കൂടെ ഒന്ന് കയറ്റി ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇനി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാനിത് ഒന്നുകൂടെ ഒന്ന് സൈഡിൽ ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ടുള്ള സെൻറ്ററിൽ തന്നെ വരുന്ന രീതിയിൽ ഒട്ടിക്കണം. ഇല്ലെങ്കിൽ ഒരു സൈഡിലായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പം അത് ഞാൻ വളവെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അത് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്കിനി ചെയ്യാനുള്ളത് റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. ഇതിൻ്റെ മണ്ടയ്ക്കാണ് റെഡ് വെൽവെറ്റ് കേക്ക് നമ്മൾ ചെയ്യുന്നത്. കാര്യം ഞാൻ 8 ഇഞ്ചിൻ്റെ ഡമ്മിയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ 7 ഇഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ 7 ഇഞ്ച് തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആണ് അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കേക്കും നമ്മൾ 7 ഇഞ്ചിലാട്ടോ ചെയ്തെടുത്തേക്കുന്നത്. 7 ഇഞ്ചിൻ്റെ ടിന്നിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബേസ് ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ക്രംസ് എല്ലാം വീണിട്ടുണ്ടായിരുന്നു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ മേളിൽ വെക്കുന്നത് 1 kg ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു 1 kg കൂടെ വരാനുണ്ട്. അപ്പം അതും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു നോർമൽ 1 kg കേക്കാണ് റെഡ് വെൽവെറ്റ്. അപ്പം നമ്മൾ 7 ഇഞ്ചിൻ്റെ ഡമ്മി എടുത്തത് കൊണ്ട് തന്നെ കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം റെഫറൻസിൽ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ 8 ഇഞ്ചിലെ ഡമ്മി ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നന്നായിട്ടൊന്ന് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് മറിഞ്ഞു പോകുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതൊന്ന് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ക്രം കോട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മേളത്തെ ടയറാണെങ്കിൽ അതും ഒന്ന് ഐസിങ് ചെയ്ത് ഇതുപോലെ സ്റ്റിക്കെല്ലാം കുത്തി എടുക്കുന്നുണ്ട്. അതും വീഴാതിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ സ്റ്റിക്കെല്ലാം കുത്തി കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം അതും ഇതുപോലെ ക്രംസ് എല്ലാം വീണപ്പോൾ ഞാൻ അതും ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ അളവിനുള്ള സ്റ്റിക്കെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമായിട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി വരുന്നത്. കസ്റ്റമർ അയച്ച റെഫറൻസ് പിക്കിൽ നമുക്കുണ്ടായിരുന്നത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് റോസ് പെറ്റൽസ് പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഡിസൈനായിരുന്നു കേട്ടോ, ഫ്ലവർ ഡിസൈനായിരുന്നു. പക്ഷേ അതിൽ ഒറിജിനൽ ഫ്ലവേഴ്സും ഉണ്ട്, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ട്. പക്ഷേ പെട്ടെന്ന് വന്ന ഓർഡർ ആയതുകൊണ്ട് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവർ തപ്പാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. 1-2 കടയിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇച്ചിരി നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് എക്സാക്റ്റ് തന്നെ നമുക്ക് ഓൺലൈൻ വഴി നോക്കിയപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടി നേരത്തെ ആയിരുന്നു നമുക്ക് അത് തന്നെ സെറ്റാക്കാമായിരുന്നു. പക്ഷേ അതിന് പകരം ഞാൻ കിട്ടാത്തത് കൊണ്ട് ഞാൻ റോസ് പെറ്റൽസ് വെച്ചിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒറിജിനൽ റോസാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഒറിജിനൽ ആണോ, ഇത് ഫോണ്ടൻ്റ് ആണോ, അത് എന്ത് സംഭവമാണെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒറിജിനൽ ഫ്ലവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചേറെ ഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റോസ്. ഈ ഒരു കേക്ക് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഓർഡറായിരുന്നു കേട്ടോ. തൊട്ടടുത്തുള്ള ഫ്രണ്ടാണ്, അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലുമാണ് ഈ ഒരു കേക്ക്. ഈ ഒരു കേക്ക് കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നോടെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടയറിൻ്റെ വർക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സെറ്റായതിന് ശേഷം ഫങ്ഷൻ ഒരു 5:30 ഒരു ടൈമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം ആയപ്പോഴത്തേനാട്ടോ ഞാൻ ബാക്കിയുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവരെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഇത്രയും ഹൈറ്റുള്ള കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇതെന്തായാലും നമ്മൾ സ്റ്റാക്ക് ചെയ്ത് റെഡിയാക്കി നമ്മുടെ പതുക്കെ ആയിട്ടോ നൈഫ് ഞാൻ ഉള്ളിൽ നിന്ന് എടുക്കുന്നത്, കാരണം ഡാമേജ് ഒന്നും വരരുത് എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതൊന്ന് സ്റ്റാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റിക്ക് ഒരുപാട് അങ്ങ് ഉള്ളിലോട്ട് അങ്ങ് തള്ളി കൊടുക്കുന്നില്ല കേട്ടോ, ഒരു ശകലം പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. കാര്യം ഇത് ഇൻ കേസ് ഇത് അധികം വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് 2 kg കേക്കുണ്ട്, പക്ഷേ അടിയിലത്തെ ഡമ്മി ആയതുകൊണ്ട് ആ ഒരു വെയിറ്റ് വരില്ലല്ലോ കേക്കിന്. അപ്പം എനിക്കിത് മറിഞ്ഞു പോകുമോ എന്നൊക്കെ നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഒന്ന് മുകളിലൊന്ന് ടോപ്പിലൊന്ന് പിടിക്കാമെന്നുള്ള രീതിയിലാട്ടോ ഞാനത് ഇച്ചിരി ബാലൻസ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം റെഫറൻസ് നോക്കി നമ്മൾ റോസ് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഈ റോസ് നന്നായിട്ട് നമ്മൾ കഴുകി നന്നായിട്ട് റെഡിയാക്കി എടുത്തേക്കുന്ന കേട്ടോ, സ്റ്റിക്കൊക്കെ കുത്തി ഒട്ടിച്ച് നന്നായിട്ട് എടുത്തേക്കുന്ന ഫ്ലവേഴ്സാണ്. അപ്പോൾ നല്ലപോലെ കഴുകി നമ്മൾ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റോസിൻ്റെ പെറ്റൽസ് എല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം കേട്ടോ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ ആ വൈറ്റ് ഭാഗം, ആ ക്രീമിൻ്റെ ആ ഒരു പാർട്ട് കാണാനേ പാടില്ല. അപ്പം ആ ഒരു രീതിയിലാട്ടോ ഇതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ സൈഡിലൂടെ ഒന്ന് നമ്മൾ ഈ ഇതുപോലെ പെറ്റൽസ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ 2-3 ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മേളിൽ വെക്കാമെന്നുള്ള രീതിയിൽ. അപ്പം അതും വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ റോസ് പെറ്റൽസും അവിടെ കൂടെ ഒന്ന് മറ്റേ ആ സ്റ്റിക്ക് കാണാത്ത പോലെ ഒന്ന് ഹൈഡ് ചെയ്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വർക്ക് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ആ റെഫറൻസിൽ കണ്ട പോലെ ചെറിയൊരു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഗോൾഡൻ കളറിലെ ഒരു സാധനം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഭാഗ്യത്തിന് പെട്ടെന്ന് എന്ന് ചോദിച്ചപ്പോൾ കിട്ടി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം അതെന്തായാലും ഭാഗ്യമായി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വേറെ നോക്കിയിട്ടൊന്നും ആ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ചെന്ന് ചോദിച്ചപ്പം തന്നെ ഇവിടെ നിന്ന് അടുത്തുള്ള കടയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും കാര്യമായി. അപ്പം ഈ ഒരു കേക്ക് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്കിതിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്നുള്ളൊരു ടോപ്പർ കൂടെ വെച്ച് കൊടുത്ത് നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ചെറിയൊരു റെഡിൻ്റെ പൗഡർ ഞാൻ കൊടുക്കാൻ നോക്കി, പക്ഷെ അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ 2-3 പെറ്റൽസ് വെച്ച് അതും ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.